ഇന്ന് നമുക്ക് കോയമ്പത്തൂർക്ക് ഒരു യാത്ര പോയാലോ? കുറേ നാളത്തെ പ്ലാനിങ് ആയിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നടന്നത്. ഒറ്റയ്ക്ക് പോകുന്ന ചടങ്ങ്. അപ്പോൾ ഞാൻ എൻ്റെ അനിയനെയും കൂട്ടി. മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് ആദ്യം പോയിട്ട് പെട്രോൾ അടിച്ച് ഫുള്ളാക്കി. അപ്പോൾ ആ ചേച്ചി ഒരു കൂപ്പൺ തന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഓണായതുകൊണ്ട് അവരെന്തോ ഓഫർ ഉണ്ട് അത്ര. സമ്മാനം അടിച്ച് 500 ഫ്രീ ആയിട്ട് പെട്രോൾ അടിക്കാന്നാണ് ചേച്ചി പറഞ്ഞത്. എൻ്റെ മുടി ചപ്പട അടിക്കണേ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാ. ഇതാണ് ആ കൂപ്പൺ. നമ്മൾ ലൊക്കേഷൻ ഇട്ടു. 3 മണിക്കൂറുണ്ട് ഗൈസ്. ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇത് കാണുന്നത് നമ്മുടെ കുതിരാന്തണലാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കൊക്കെ വേണ്ടെടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്ത് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ വീണ്ടും പോകാൻ തുടങ്ങി. ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ നേച്ചറിൻ്റെ ഒരു ഭംഗി. എൻ്റെ ലൈഫിൽ ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ഒരു സ്കൈ ഞാൻ ഇതിന് മുമ്പ് കണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടം. എന്ത് രസം കാണാൻ. എൻ്റെ ലാസ്റ്റ് ഞാൻ കേട്ടിട്ട് വണ്ടി അവിടെ സൈഡാക്കി. ഞാനെന്നിട്ട് അനിയൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു, നിങ്ങൾ സൂപ്പർ ആയനേലേ എന്ന് പറഞ്ഞു. പക്ഷേ പ്രാക്ടിക്കലി എനിക്കതിപ്പോൾ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. പോണ വഴിയിലൊക്കെ എൻ്റെ മോനെ എന്ത് രസമാണ് കാണാൻ. ആകാശവും അവിടുത്തെ മരങ്ങളും നല്ല അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. വിഷ്വൽ ബ്യൂട്ടിയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ. നോക്കി എന്ത് രസം, സ്വർഗ്ഗമോ. ഞാൻ അവൻ്റെ അടുത്ത് പറയാം നമുക്ക് ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് സ്ഥലത്ത് പോയി എടുക്കുകയാണ്, നല്ല അടിപൊളി അതിനില്ല എന്നൊക്കെ പറഞ്ഞു. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മൾ പോകണേ. ഗൂഗിൾ അമ്മച്ചി ഏതൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വഴി പറഞ്ഞു തന്നിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. യാത്രയുടെ അവസാനം പറയായപ്പോൾ ക്ഷീണം തുടങ്ങി. അപ്പോൾ നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലത്ത് കൊണ്ട് നിർത്തി അവിടെ കയറി. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് നോൺ വെജാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷേക്ക് കുടിക്കുന്ന ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ നമ്മൾ ഷേക്ക് ഓർഡർ ചെയ്തു. ഓറിയോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഷേക്കാണ് ഓർഡർ ചെയ്തത്. സംഭവം തല്ലിപ്പൊളിയായിരുന്നു. പാലിൽ ബിസ്ക്കറ്റ് കലക്കിയ ഒരു സാധനം. അങ്ങനെ വീണ്ടും നമ്മളവിടെ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി. ആകാശം കണ്ടു, വീണ്ടും സന്തോഷമായി. ഇനി ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ കാണാൻ ആകാശമില്ലേ, ഇതിനൊരു സർപ്രൈസ് ഉണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ ഇത്ര നേരം കണ്ട ആകാശത്തിന് ആ ബ്യൂട്ടി ഇല്ല, അത് മൊത്തം ഇവിടെയാണ് ഗായ്സ് ഉള്ളത്. എൻ്റെ പുറകിൽ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഞാൻ ഇത്ര നേരം അവൻ്റെ അടുത്ത് ആകാശത്തിൻ്റെ ഭംഗിയോടൊക്കെ പറയുന്നു. പക്ഷേ ഇത്ര നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പ്രതീക്ഷയില്ല നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്താ നമ്മൾ പ്രതീക്ഷിക്കാനാണെന്ന് അറിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. എന്തൊരു സ്വർഗ്ഗത്തിൽ പോയൊരു ഫീലായിരുന്നു നമുക്ക്. ഇനി നമ്മൾ കയറി ചെല്ലിനോടെ തന്നെ ഒരു 3-4 കാളകളുണ്ട്. കാള എന്ന് പറഞ്ഞാൽ നന്ദി, ശിവൻ്റെ വാഹനമാണ്. വെള്ള കാള നന്ദി. അങ്ങനെ കോയമ്പത്തൂർ ഈശ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തി. ഇനി അവൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കട്ടെ. അവൻ എൻ്റെ അടുത്ത് വിളിച്ച് ഇവിടെ നിന്ന് പുഷപ്പ് അടിക്കി കാണിച്ച ഒരു 50 പുഷപ്പെങ്കിലും അടിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. നട്ടപ്പുറ വെയിലാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ ഇതായിട്ടിരിക്കുക. പിന്നെ പോരാത്തിന് ആ തറയിൽ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പുഷപ്പ് അടിക്കുന്നുള്ളൂ. അടിക്കുകയാണെങ്കിൽ ഒരു 80 മേലൊക്കെ അടിക്കാൻ പറ്റും. നമ്മൾ നോക്കണില്ല, കറക്റ്റായിട്ടൊരു പ്രോപ്പർ വേല നമ്മൾ പുഷപ്പ് അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു 57 അടിച്ചു എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിഗമനം. വേണം നിങ്ങളൊന്ന് എണ്ണി നോക്കി നോക്ക്. നല്ല ചൂടുണ്ട് ഗായ്സ്, വിചാരിക്കണ പോലെ അല്ല. വയറും ഫുള്ളാണ്, പക്ഷേ അടിച്ചു. എൻ്റെ മനസ്സിലൊരു 100 പുഷപ്പ് അടിക്കണം എന്നൊക്കെ ഉണ്ട് ശിവൻ്റെ മുമ്പിൽ നിന്നിട്ട്. പക്ഷേ എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമല്ല. പക്ഷെ ആ വെയിലും ഫുഡും പിന്നെ അവിടുത്തെ ഒരു കാലാവസ്ഥ എന്നെ സമ്മതിക്കുന്നില്ല. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 57 ആയപ്പോൾ നിർത്തി. അവിടെ ക്യാമറയുടെ ബാക്കിൽ 2-3 ചെക്കന്മാർ നിന്നിട്ട് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. അവർ ചോദിച്ചാൽ വേറെ വലിയ എന്തോ ആനക്കാരും ചെയ്യാൻ പോകുന്നു. ഇതാണെന്ന് കണ്ടപ്പോൾ വലിയ പ്രോത്സാഹനമൊന്നും ഇല്ലെങ്കിലും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർ. അങ്ങനെ നമ്മൾ ചെയ്ത്. ഇതാണ് നമ്മുടെ ഈശ ശിവൻ്റെ സ്റ്റാച്ചു. എന്താ പറയേണ്ടതെന്നല്ല, ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. എന്തോ മൈൻഡൊക്കെ ഒരു പീസ്ഫുള്ളായി. നമുക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തയില്ല. നമുക്ക് എന്തോ സമാധാനമായിട്ടൊരു മൈൻഡ് സെറ്റായിരുന്നു. അവിടെ കുറേ ആളുകളുണ്ടെങ്കിലും ആരും ഷർട്ടൊന്നും ഊരി നിൽക്കണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ജിമ്മിലൊക്കെ പോകണമുണ്ട്. നേരത്തെ ഞാൻ പുഷപ്പ് അടിക്കുന്ന അവനൊട്ടും വിചാരിച്ചില്ല. അപ്പം നമ്മൾ പോയി പുഷപ്പ്, നമുക്ക് അങ്ങനെ ശമ്പലമൊന്നുമില്ല. അപ്പോൾ അവനൊരാഗ്രഹം, അവന് പുഷപ്പ് അടിക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് പുഷപ്പ് അടിക്കാൻ തുടങ്ങി. വലിയ കാര്യമായിട്ടുള്ള പുഷപ്പൊന്നും അടിക്കുന്നില്ല. ഒരു 10 പുഷപ്പ് അടിച്ചിട്ട് എനിക്കെന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾ. ലാസ്റ്റ് ആയപ്പോഴേ ഞാൻ അവൻ്റെ അടുത്ത് കൈ ഇങ്ങനെ കൊടുത്തിട്ട് എനിക്കാന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഒന്നൊരു പാളിപ്പോയി. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഒന്നുകൂടി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന് ഇത്തിരി സ്പീഡ് കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സ്പീഡ് കുറയ്ക്കാൻ, ഞാൻ അടിക്കുന്ന പോലെ അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും അടിക്കാൻ തുടങ്ങി. 10 തന്നെ അടിക്കണുള്ളൂ കേട്ടോ. എൻ്റെ പുറങ്ങാനിട്ടാവും പറയാം കൂന് വന്ന പോലെ ഉണ്ടെന്ന്. ഇത് കൂനല്ല ഗായ്സ്, ഇത് മസിലാണ്, മസിൽ. അങ്ങനെ കൈയൊക്കെ കൊടുത്ത് സെറ്റായി ലാസ്റ്റ്. ഇത്ര നേരം നമ്മൾ അകലെ നിന്നിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. നമുക്കിനി കുറച്ച് അടുത്ത് പോയിട്ട് കാണാം. അടുത്ത് പോകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ അടുത്തെത്തുന്ന സുഖം എന്താ പറയുക, കൂടുതൽ ഭംഗിയായിട്ട് വരിക. കാരണം ആകാശത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. കറക്റ്റ് നമുക്ക് സ്വർഗം പോലെയായിരുന്നു. സ്വർഗം തന്നെയായിരുന്നു അത്. ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച് വന്നുകൊണ്ടാണോ എന്ന് അറിയില്ല. പ്രകൃതി പോലും എന്തൊരു പറയുക അത്രയും മനോഹരമാക്കി അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്.
എനിക്കെന്താണ് ഭയങ്കര ഇഷ്ടമായി അവിടെ, നല്ല രസം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്കൊക്കെ പറ്റുകയാണെങ്കിൽ എന്തായാലും മാക്സിമം ഒന്ന് അങ്ങോട്ട് പോകാൻ നോക്കിക്കോട്ടെ. അടിപൊളിയാണ് മക്കളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാൻ നിൽക്കുന്നത് മഹാദേവൻ്റെ തൊട്ട് താഴെ കാണാൻ തൃശ്ശൂല. നമ്മുടെ ലൈഫിൽ ഒരു വട്ടം നമ്മൾ എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണിത്. ഞാനവിടെ ചെന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇത്ര നാളിനായിട്ട് എന്താണ് ഇത്ര വൈകി ഇവിടേക്ക് വരാമെന്ന്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തീരുമാനത്തിലായി. ഈവൻ എൻ്റെ ഓൺ ബ്രദർ അല്ല, ബ്രദർ ഫ്രം അനദർ മദർ എന്ന് പറയില്ലേ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ്. ബ്രദറിനെ പോലെയാണ്, ബ്രദർ തന്നെയാണ്. അപ്പോൾ അവൻ ഭയങ്കര പ്രാർത്ഥനയിലാണ്. അവനെ വിളിച്ചിട്ട് ഒരു സെൽഫി എടുത്തിട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതല്ല അവസാനം. ഇതിനൊരു ഹാപ്പി എൻഡിങ് കൂടി ഉണ്ട് എൻ്റെ മക്കളെ. 250 കിലോമീറ്ററാണ് ഗായ്സ്, ഒരു 6 മണിക്കൂർ കൊണ്ട് 2 സൈഡ് ഞങ്ങൾ വന്നത്. എൻ്റെ മോനെ ബാക്കിൻ്റെ ഒക്കെ ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സുഖമായിരുന്നു. അങ്ങനെ നല്ലൊരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇനിയും ഈ ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റൊക്കെ അടിച്ചോ. എനിക്കൊരു ഇതാവില്ലേ, ലൈക്കും കമൻറ്റൊക്കെ അടിച്ചിട്ടൊന്ന് ഷെയർ ആക്കി കയറി വരട്ടെ ഞാൻ അങ്ങോട്ട്. അപ്പോൾ ബൈ ഗൈസ്, ബൈ.